മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും ലോക എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തുറക്കാനുമുള്ള സമാധാന ചർച്ചകൾ നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പുതിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തെ യുദ്ധത്തിൽ അമേരിക്ക ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ഉപാധിക്ക് അതേ നാണയത്തിൽ തിരിച്ചു മറുപടി നൽകിയിരിക്കുകയാണ് ട്രംപ്. ഞങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം വേണമെങ്കിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് നിങ്ങൾ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെയും നിരപരാധികളുടെയും കണക്ക് ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപ്. എന്താണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ? എന്തൊക്കെയാണ് ട്രംപ് ചോദിച്ച കണക്കുകൾ? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ 5 മാസമായിട്ട് നടന്നുവരുന്ന യുദ്ധത്തിൽ ഇറാനുണ്ടായ സാമ്പത്തിക സൈനിക തകർച്ചകൾക്ക് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും എങ്കിൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറന്ന് വ്യാപാരം പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കൂ എന്നും ഇറാൻ സമാധാന ചർച്ചകളിൽ നിലപാടെടുത്തിരിക്കുന്നു. എന്നാൽ ഇതിനോട് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചത് വളരെ പരിഹാസത്തോടെയും എന്നാൽ അതിരൂക്ഷമായ ഭാഷയിലാണ്. ഇറാൻ ഞങ്ങളോട് നഷ്ടപരിഹാരം ചോദിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള ഒരു ആശയമാണ്. അതുകൊണ്ട് ഞാനിതാ ഇറാനോട് തിരിച്ച് അമേരിക്കയ്ക്കുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു എന്നാണ് ട്രംപ് കുറിച്ചത്. ഭാവിയിൽ ഇറാനുമായി നടക്കുന്ന എല്ലാത്തരം സമാധാന ചർച്ചകളിലും ഈ നഷ്ടപരിഹാര ആവശ്യം ഒരു പ്രധാന ഉപാധിയായിട്ട് പ്രീ കണ്ടീഷനായിട്ട് വെക്കാൻ താൻ അമേരിക്കൻ പ്രതിനിധികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ഉന്നയിച്ച അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ ട്രംപ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ ഇറാന്റെ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് തിരിച്ച് ബില്ല് നൽകിയിരിക്കുന്നത്. 1 റോഡ് സൈഡ് ബോംബുകളും അമേരിക്കൻ സൈനികരും, അതായത് മുൻ ഇറാനിയൻ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ ചെയ്ത റോഡ് സൈഡ് ബോംബുകൾ അതുമൂലം കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണം. 2 USS കോൾ ആക്രമണമാണ് 2000 യമനിലെ ഏഡൻ തുറമുഖത്ത് വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലായ USS കോളിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ നാവികരുടെ കുടുംബങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണം. 3 പ്രക്ഷോഭകരുടെ മരണം, അതായത് കഴിഞ്ഞ 50 വർഷത്തിനിടെ സ്വന്തം രാജ്യത്ത് ഇറാൻ സർക്കാർ കൊന്നൊടുക്കിയ ലക്ഷക്കണക്കിന് നിരപരാധികളായ പ്രക്ഷോഭകരുടെ കുടുംബങ്ങൾക്കും കഴിഞ്ഞ 5 മാസത്തിനിടെ കൊല്ലപ്പെട്ട 52,000-ഓളം ആളുകൾക്കും ഇറാൻ മാനവിക നഷ്ടപരിഹാരം നൽകണം. 4 പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങളാണ്. ഇത്രയും പോരാഞ്ഞ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ കാരണം ലെബനൻ, സിറിയ, യമൻ, ഗാസ എന്നിവിടങ്ങളിലെ സാധാരണക്കാർക്കുണ്ടായ നാശനഷ്ടങ്ങളുടെയും മരണങ്ങളുടെയും ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്ത് അതിനും നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ട്രംപിന്റെ ഈ കടുത്ത നിലപാട് പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 5 മാസമായിട്ട് നീളുന്ന യുദ്ധം അവസാനിപ്പിച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തുറക്കപ്പെടുമെന്ന് കരുതിയിരുന്നിടത്താണ് ചർച്ചകൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ തൽക്ഷണ ഫലങ്ങൾ നോക്കുമ്പോൾ എണ്ണവില കുതിച്ചുയരുന്നുണ്ട്. ലോകത്തെ 20% എണ്ണ ഒഴുകുന്ന ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീങ്ങില്ലെന്ന് ഉറപ്പായതോടെ ആഗോള ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ഒറ്റ ആഴ്ചയിൽ 10% വർദ്ധിച്ചു. അടുത്തത് അമേരിക്കയുടെ കടലിടുക്ക് നിയന്ത്രണം, അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ അമേരിക്കൻ നാവികസേന മാറ്റിയെന്നും ഇപ്പോൾ കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ വ്യക്തമാക്കി. ഇനി US പണപ്പെരുപ്പ് ഭീഷണിയാണ്. എണ്ണവില വർധനവ് അമേരിക്കയിൽ വീണ്ടും പണപ്പെരുപ്പത്തിന്, ഇൻഫ്ലേഷന് കാരണമാകുമെന്നും പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതായത് നയതന്ത്ര ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇറാനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുന്ന ടെക്നിക്കാണ് ട്രംപ് ഇവിടെ പയറ്റുന്നത്. തങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് ഇറാൻ വിചാരിച്ചപ്പോൾ അതിലും വലിയൊരു ബില്ല് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ചർച്ചകളുടെ ദിശ തന്നെ ട്രംപ് മാറ്റിമറിച്ചു. എന്നാൽ ഈ പിടിവാശി മിഡിൽ ഈസ്റ്റ് യുദ്ധം കൂടുതൽ നീണ്ടുപോകാനും എണ്ണവില വർദ്ധിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ സാമ്പത്തിക ഭാരമാകാനും വഴിവെച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.